ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച. ഇന്ന് എന്ത് ദിവസം എന്നാ പറയുക? നല്ല ദിവസമൊന്നും പറയാൻ പറ്റില്ല, മോശം ദിവസമൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലായിടത്തും പനിയും തക്കാളിപ്പനിയും അതും ഇതൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു ദിവസമല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, കുറേ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അപ്പോൾ മോശം ദിവസം എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോ ദിവസവും വയ്യാണ്ടാവുക ഓടി ഡോക്ടറെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മോശം ദിവസമാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ കേട്ടോ. അപ്പം അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ വളരെ ശാന്തത വീട്ടിൽ നോക്കിയപ്പോൾ നമ്മളുടെ ചാക്കോച്ചന് ഇന്നലെ രാത്രി ഞാൻ കിടക്കണതിൻ്റെ മുമ്പ് തൊട്ട് തന്നെ, അതായത് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് കിടന്നതിന് ശേഷം കരച്ചിൽ കേട്ടിരുന്നു. പിന്നെ ഞാൻ ഡിവൈനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവനാകെ കൂടെ ഭയങ്കര ഒരു അസ്വസ്ഥത. അങ്ങനെ നമ്മൾ നോക്കി, ഞാനും ഡിവൈനും ഡിമ്പിളും കൂടി നോക്കിയപ്പോൾ അവൻ്റെ മേല് പതൊക്കെ ഇങ്ങനെ പൊന്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പാച്ചുവിന് കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കുളം പോലെ തോന്നി. പിന്നെ മേത്തൊക്കെ കൊതുക് കടിച്ച പോലെ തോന്നിയപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ട് അപ്പോൾ ഒരു ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞു. അതിന് കലാമിൻ ലോഷനും കാര്യങ്ങളും സംഭവമൊക്കെ തന്നു. ഇത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ച് ദിവസം ഒരു 4-5 ദിവസം കഴിയുമ്പോൾ അത് ശരിയായിക്കോളും, ഒരു കോഴ്സ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര വലിയ ഇതില്ലാണ്ടാണ് വന്നത്. പിന്നെ ഇന്നലെ നോക്കിയപ്പോൾ തോമുവിൻ്റെ കാലിമ, അപ്പോൾ തോമുവിനെ സ്വതവേ മറ്റേ കൊതുക് കടിച്ചിട്ട് നല്ലോണം പാടുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ വിചാരം അതാണ് ഇതെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ സാമട്ട് വിട്ടു. ഇന്നലെ വൈകുന്നേരം ഇപ്പോൾ ഒരു ചെറിയ പനി കണ്ടു. അങ്ങനെ നോക്കിയപ്പോൾ തോമുവിൻ്റെ കാലുമ്മയും നിറച്ചിങ്ങനെ കുത്തുകൾ കണ്ടു തുടങ്ങി. കുത്തുകൾ കണ്ടായിരുന്നു. അപ്പോൾ അവനെ ശരിക്കും പറഞ്ഞാൽ ഹോമിയോയിലാണ് കാണിക്കുക. കാരണം അവൻ മറ്റ് മെഡിസിൻസ് കഴിക്കില്ല. അപ്പോൾ പാച്ചുവിൻ്റെ കലാഡ്രിലും സംഭവങ്ങളൊക്കെ അവനും തേച്ച് കൊടുത്തു. അവൻ്റെയും ഈ പറഞ്ഞ പോലെ ഒന്നൊതുങ്ങി. അപ്പോൾ ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, കുട്ടികൾക്ക് 2 പേർക്കും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി ചാക്കോച്ചൻ്റെ വക ബഹളം. അങ്ങനെ നോക്കിയപ്പോഴാണ് രാവിലെ എണീറ്റപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുട്ടിയില്ല വീട്ടിൽ, തോമു ഇവിടെ ഉണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയേക്കാം. അപ്പോൾ കൊണ്ടുപോയി തിരിച്ച് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവൻ്റെ വായിൽ നിന്ന് വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ വായയിലൊക്കെ നിറച്ച് കുഞ്ഞ് പോള. അപ്പോൾ നമ്മളത് കാണുന്നില്ലല്ലോ. അപ്പോൾ അവനതെന്തോ ഒരു ഇറിറ്റേഷൻ തോന്നിയിട്ടാന്ന് തോന്നുന്നുണ്ട് അവൻ അങ്ങനെ കരഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഡിവൈൻ നമ്മളുടെ തോമുവിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ തോമുവിനെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അപ്പാപ്പൻ്റെ ഡ്യൂട്ടി കാലത്തോട്ട് പുറത്തുള്ള കാര്യങ്ങളും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കായിരുന്നു. അപ്പോൾ ഞാനും ഡിമ്പിളും കൂടിയിട്ടാണ് ഈ 3 ആളെയും കൂടിയിട്ട് മേയ്ക്കുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് വേറെ ഒന്നും വെച്ചിട്ടല്ല മേയ്ക്കുക എന്ന് പറയുന്നത്, നല്ല തമാശയാണ്. ഇവർ കളിയും ബഹളം. അപ്പോൾ ഒന്ന് ഒതുക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഡിമ്പിൾ നണ്ണ് വെച്ച് കൊടുത്തു. അപ്പോൾ ഡിവൈൻ ഇടയ്ക്ക് ചെയ്യുന്ന പണിയാണ് കേട്ടോ, നൺ വെച്ച് കൊടുക്കും. അപ്പോൾ തോമുവിനൊരു ഇത്തിരി പേടിയാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഒതുങ്ങിയിരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സോഫയിൽ ചാടി വല്ല അപകടം വരുത്തി വെക്കേണ്ടതെന്ന് നമുക്ക് ഭയങ്കര പേടിയാണ്. കുട്ടികൾ 3 പേരും കൂടുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അങ്ങനെ അവർ ഒതുങ്ങി മിണ്ടാണ്ടിരുന്നു കേട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ മിണ്ടാണ്ടിരുന്നു. മിക്കവാറും മറ്റേ കമൻസ് ടേൺഡ് ഓഫ് ആയിരിക്കും കേട്ടോ മിക്കവാറും. അപ്പോൾ നിങ്ങൾ എന്താവുമെന്ന് വിചാരിക്കേണ്ട, കുട്ടികളുടെ കണ്ടൻറ്റ് കൂടുതൽ കാണിക്കുമ്പോൾ മിക്കവാറും അങ്ങനെ ആവാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തോമു നണ്ണിനെ എറിയാനായിട്ട് തോക്കാണ് കയ്യിൽ തോക്കല്ല, ശരിക്ക് വോക്കറിൻ്റെ അടിയിലത്തെ ആ ഒരു ഇതാണ്. അപ്പോൾ അത് വെച്ചിട്ട് അവന് ശരിക്കും പേടിയാണ്. അപ്പോൾ ഇടവും വല്ലതൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഡാഡി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ റെസ്റ്റാണ്. ആരെങ്കിലും ഒരാൾ ഡാഡിയുടെ കൂടെ പൊക്കോളും, പ്രത്യേകിച്ച് ചാക്കോച്ചൻ ഡാഡിയുടെ ഒക്കത്ത് കയറി ഇരുന്നോളും. അപ്പോൾ അങ്ങനെ ഡാഡി പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ വിലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് നീക്കി വെക്കണമല്ലോ. നമ്മൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു പണിയില്ലാന്ന് വിചാരിക്കും, പക്ഷേ കണ്ടമാനം പണികൾ ഇതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഒരു ചായ വെച്ച് ഞാനും ഡാഡിയും അത് കുടിച്ചു. കാരണം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെറുതെ എന്താ പറയുക, ഒരു ഉഴപ്പൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കാരണം കുട്ടികൾ പോയി കഴിഞ്ഞപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വന്നപ്പോൾ ആർക്കും ഒരു ഉഷാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഡിവൈൻ വരുമ്പോൾ എന്തോ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് ചായയും കുടിച്ച് പിന്നെ കുഴലപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ കുഴലപ്പവും ബ്രെഡും ബട്ടറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് വിശന്നു. അപ്പോൾ ഞാൻ ഒരു 11:30 ആയപ്പോൾ ശരിക്കും നല്ല ചായ തന്നെ വെച്ചു. മറ്റേത് ഞാൻ നിങ്ങൾക്കറിയാലോ ഒരു കട്ടനൊക്കെ വെക്കാറ്. ചായ വെച്ച് ബാക്കി പരിപാടികളൊക്കെ അവസാനിപ്പിക്കുക ചെയ്തത്.
അപ്പോൾ അങ്ങനെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഡിവൈൻ വന്നു. അപ്പോൾ ചാക്കോച്ചനെ കുളിപ്പിച്ചു, എന്താ പറയുക, ലോഷനൊക്കെ പുരട്ടിയതിന് ശേഷം ഒന്ന് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടും ഒന്ന് തേച്ചു. അപ്പോഴേക്കും എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ ഒരു ചുരിദാർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, അത് XXL ആയിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം, അത് ചുരുങ്ങി കഴിഞ്ഞാൽ എൻ്റെ വയറ് മാത്രമാവും, സൈഡ് സ്പ്ലിറ്റ് ഇത്തിരി അകന്ന് നിന്ന് കഴിഞ്ഞാൽ അത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു XXL വാങ്ങിച്ചിട്ട് സൈഡൊന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറക്കവും കിട്ടും, അത്യാവശ്യം വീതി ഉണ്ടാവുമല്ലോ. അങ്ങനെ ചാക്കോച്ചനെ അപ്പാപ്പൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അടുക്കളയിലേക്ക് പതുക്കെ നീങ്ങി. കാരണം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളുടെ കുപ്പി കഴുകലും പാലെടുക്കലും അങ്ങനെയുള്ള എങ്ങനെ വന്നാലും നമ്മൾക്ക് കുറേ പണികളുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നീങ്ങി. അപ്പോൾ ഡിവൈൻ വരുമ്പോഴേക്കും ആ വക പരിപാടികൾ കഴിച്ചു വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഡിവൈൻ വന്നപ്പോൾ പാർസൽ ചോറും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതറിയാം. ഈ കുട്ടികളുടെ പിന്നാലെയും പിന്നെ ഭയങ്കര ഇതായിരുന്നു, ആകെ കൂടെ ഒരു അസ്വസ്ഥതയായിരുന്നു നമ്മൾക്ക് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് എല്ലാം കഴിഞ്ഞ് അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവരുടെ പാലും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാനിപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എണീറ്റതും. ഇനി വേണം എനിക്ക് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഇരിക്കാനും. ഉച്ച വരെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഡോണും ഡിവൈനൊക്കെ മറ്റേ ഇവിടെ പോയി വന്നു, അഡ്മിഷൻ്റെ അവിടേക്കും പിന്നെ അരമനയിലേക്കും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെയും പോയിട്ടാണ് വന്നത് കേട്ടോ. അരമനയിലും നടത്തറ പള്ളിയിലെ വികാരി അച്ഛനെ കാണാനും കൂടി പോയിട്ടാണ് അവർ തിരിച്ച് വന്നത്. അപ്പോൾ അത്രയും ലേറ്റായിട്ടാണ് വന്നിട്ട് ഡിവൈൻ സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല ഇന്നത്തെ ദിവസം. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ ഫുൾ ടൈം ഗ്രൂപ്പിലായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളുടെ കൂടെ കുറേ നേരം സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് എണീറ്റ് നോക്കിയപ്പോൾ ഡിവൈന് നല്ല വിശപ്പ്. ഡിവൈൻ ഊണ് കഴിക്കുന്നത് ഈ 5-5:30 മണി സമയത്താണ് ഊണ് കഴിച്ചത്. അപ്പോൾ ഞാൻ വേഗം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഇത് വെറുതെ മറ്റേ കുറച്ച് കസ്റ്റേർഡ് പൗഡറും പാലും മുട്ടയും കൂടിയൊക്കെ അടിച്ചിട്ടുള്ള സംഭവമാണ്. ഇനി വേറൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസ് ഇതുപോലെ ഓർണമെൻറ്റ്സിൻ്റെ എടുത്തിട്ട് അപ്പോൾ കുറച്ച് പേരായി ചോദിക്കുന്നു. അപ്പോൾ ഒത്തിരി തിരക്കായതുകൊണ്ടാണ് കേട്ടോ, കുട്ടികളുടെ വയ്യായും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. ഇന്നിപ്പോൾ അതേ എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഡബിൾ ലെയറിൻ്റെ മാലകളാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിപ്പോൾ ഇതാ കണ്ടു, ചന്ദ്രനും നക്ഷത്രവും മുസ്ലിംസിൻ്റെ സംഭവമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, മുസ്ലിം ഫാമിലി കുറേ ഉണ്ട് എനിക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇനി ഇതിൻ്റെ തന്നെ ലക്ഷ്മി ഉണ്ട്, പിന്നെ തല വരുന്നുണ്ട്. പിന്നെ ക്രിസ്ത്യൻസിൻ്റെ സാധാരണ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തേൽ വരാറില്ല, തലയാണ് വരാറ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനെ വളരെ അപൂർവമാണ് ഇങ്ങനെയുള്ള എംബ്ലം ആയിട്ടുള്ളത് വരാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 8 പിടി അല്ലേ, 8 പിടിയാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ 6 പിടി ആക്കാം, 10 പിടി ആക്കാൻ പറ്റില്ല, 6 പിടി വേണമെങ്കിൽ ആക്കാം. അതുപോലെ ബാക്കിൽ ചെയിൻ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം, അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ ഇത് നമ്മുടെ മണിമാലയാണ് കേട്ടോ, മറ്റേ പോലെയല്ല മണിമാലയാണ്. അപ്പോൾ ഇതിൽ തലയാണ് കേട്ടോ, ഞാൻ മറച്ചിട്ടേക്കണേ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നത്. ഇവിടെ കുട്ടികളുടെ ബഹളം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കൊളുത്താണ്. അപ്പോൾ ഇത് കൊളുത്തിട്ടാൽ നമുക്ക് ലോക്കറ്റ് ഇടാം. അപ്പോൾ ഇത് മണിമാലയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തലയുടെയാണ്, എല്ലാ മതസ്ഥർക്കും ഇടാൻ പറ്റുന്ന ഒരു മാലയാണ് കേട്ടോ. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ 8 പിടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ തിരിച്ച് വേണമെങ്കിൽ തിരിച്ച് ചെയിൻ്റെ കൂടി ഇടാം, അല്ല ഇതുമ്പോൾ താലി ഇടണമെങ്കിൽ നമ്മൾ മറ്റേ കൊടുത്തിട്ട് കഴിഞ്ഞാൽ താലിയോ ലോക്കറ്റോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മാല. ഇതാ നല്ല ഭംഗിയുള്ള മണിമാലയാണ് കേട്ടോ. ഇതിനാണ് മണിമാല എന്ന് പറയുന്നത്, മണിമാലയാണ്. ഇനി ഇതുപോലെ തന്നെ എനിക്ക് ഒരു കൈ കൊണ്ട് ഇത് ഇടാൻ പറ്റണില്ല. ഞാനേ കുട്ടികൾ വരണേലും ഇപ്പോൾ മാക്സിമം നേരത്തെ ഇതൊന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഇടാം. അപ്പോൾ ഇങ്ങനെയാണ് വരണത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ വരണേലും ഇപ്പോൾ വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാണ്. അതുകൊണ്ട് എടുത്തോ പിടിച്ചോന്ന് വെച്ച് ചെയ്യുമ്പോൾ ഇതൊന്നും ശരിയാവണില്ല. ഇതാണ് ഇതിൻ്റെ ലോക്കറ്റിൻ്റെ ഭാഗം കേട്ടോ. ഞാൻ ശരിക്കും കാണിക്കാം. ലക്ഷ്മിയാണ് കേട്ടോ, കണ്ടോ, ലക്ഷ്മിയുടെയാണ്. നമ്മൾ നേരത്തെ കണ്ടത് തലയുടെയാണ്, തലയായിട്ടത് ആർക്കും ഇടാൻ പറ്റുന്ന പോലെ. ഇതുപോലെ ഇവിടെ കണ്ടോ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലോക്കറ്റ് ഇട്ട് ഉപയോഗിക്കണമെങ്കിൽ മറ്റേ കൊളുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലോക്കറ്റ് ഇടാം, അല്ലാത്ത പക്ഷം ഇങ്ങനെ സിംഗിളായിട്ട് ഇങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ താലിമാലയുടെ കൂടെയൊക്കെ ഇടണമെങ്കിൽ ഇങ്ങനെ മാത്രം മതി, അല്ലെങ്കിൽ മാത്രം ഇവിടെ താലി ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം.
അപ്പോൾ ഇത് ദേ നമ്മുടെ കോറലിൻ്റെയാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ലക്ഷ്മിയാണ്. ഇത് വളരെ അപൂർവം കിട്ടുന്ന ഒരു സംഭവമാണ് കോറലിൻ്റെ ലക്ഷ്മിയുടെ മണിമാല, ഡബിൾ ലെയറിലുള്ള കോറൽ കണ്ടോ. അപ്പോൾ ഇത് 8 പിടിയുണ്ട്, 10 പിടിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധിക ഭാഗം എനിക്ക് തോന്നുന്നു ഇത് 10 പിടിയാണ് യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടം. ഇതും ഒരു ലക്ഷ്മിയുടെ ഒരു ലോക്കറ്റും കൂടി ഇട്ടാൽ ഏറ്റവും ഭംഗിയായി. ഇതിൻ്റെ ഏത് വലിപ്പത്തിലുള്ള ലോക്കറ്റ് വേണമെങ്കിലും നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ സെയിം ഈ ലക്ഷ്മിയുടെ ലോക്കറ്റാണ് അധിക ഭാഗം ഇങ്ങനത്തെ മാലയ്ക്ക് ഉപയോഗിക്കാറ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ മണികൾ. അപ്പോൾ ഞാൻ തിരിച്ച് കാണിച്ച് തരാൻ കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. കാരണം ഇതേ പ്ലേറ്റ് ചെയ്ത് ഉടനെ കൊണ്ടുവന്ന കാരണം ഒരു ചെറുതായിട്ടൊരു സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലക്ഷ്മിയുടെ 2 ലെയറിൻ്റെ മാല വരുന്നത് കോറിൽ. അപ്പോൾ ഇത് കരിമണിയുടെ ഡബിൾ ലെയറാണ് കേട്ടോ. ലക്ഷ്മി മണിമാലയുടെ പോലെ കരിമണിയായിട്ടുള്ളത്. ലക്ഷ്മി അല്ല, സോറി, തലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ എല്ലാ സൈസിലും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. 8 പിടിയും വരുന്നുണ്ട്, 10 പിടിയും വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാണിക്കാൻ കാരണം ഒരു വശത്ത് ഈ തലയാണെങ്കിൽ ഇങ്ങേ വശത്ത് ഈ ജീന്ന് എഴുതിയിട്ടുള്ള എംബ്ലാണ് കേട്ടോ. കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. ഇത് 8 പിടിയുണ്ട്, 10 പിടിയുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആ ബ്ലാക്കിൻ്റെ റെഡാണ് കേട്ടോ. കേട്ടോ റെഡാണ്. ഇതുമ്മ നമ്മുടെ ലക്ഷ്മിയാണ് കേട്ടോ, റെഡാണ്. ഇതാ അപ്പോൾ നമ്മുടെ കയ്യിൽ കോറലുണ്ട്, പിന്നെ ഗോൾഡിൻ്റെ ഉണ്ട്, ബ്ലാക്ക്, റെഡ്, പിന്നെ ഇനി പേളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ലക്ഷ്മിയാണ് കേട്ടോ. ലക്ഷ്മിയുടെ അപ്പുറത്ത് ഇങ്ങനെ ജി തന്നെയാണ് വരുന്നത് കേട്ടോ. കേട്ടോ ജി തന്നെ ഇവിടെ മറ്റേ ട്യൂബിൻ്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിപ്പോൾ അതാ ലക്ഷ്മി തന്നെ പേള് കേട്ടോ. ഇങ്ങനെയാണ് പേളിന് ഒരു ഇത്തിരി കൂടി ഗ്യാപ്പ് വരുന്നുണ്ട്, 5 മണി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പേളിൻ്റെ ഇപ്പുറത്ത് വരുന്നത് ഇതാ ജി. ലക്ഷ്മിയുടെ ഇപ്പുറത്ത് വരുന്നത് ജി ആണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഇതിപ്പോൾ ലക്ഷ്മിയും അതൊന്നുമില്ല, ജസ്റ്റ് വെറുതെ 2 ലെയറിൻ്റെ കോറലാണ്. കോറൽ 3 മുത്ത്, ഗോൾഡ് 3 മുത്ത്, അങ്ങനെയുള്ളതാണ് കേട്ടോ. ഇത് ഡബിൾ ലെയറാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കണ്ടോ ഇങ്ങനെ ഒരു പിടുത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിട്ടു പോവില്ല. ഇത് ഇങ്ങനെ ഒരു ലെയറിൻ്റെ. അപ്പോൾ ഞാൻ ഇന്ന് മെയിനായിട്ട് ഡബിൾ ലെയറിൻ്റെ മാലകൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഡബിൾ ലെയർ കാണിക്കുന്നത് കേട്ടോ. ഇത് അതിൻ്റെ തന്നെ റെഡാണ്, ക്രിസ്റ്റൽ കണ്ടോ. അത് 3 മുത്ത്, 3 ഗോൾഡ് മുത്ത്, 3 ക്രിസ്റ്റൽ, അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. കണ്ടോ ഇതും ഡബിൾ ലെയറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒന്നും കൂടിയും എല്ലാം ഓരോ പ്രാവശ്യം കാണിക്കാമെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ എളുപ്പത്തിന്. അപ്പോൾ ഇത് ലക്ഷ്മി. അപ്പോൾ നിങ്ങളിത് എടുക്കുമ്പോൾ ഇതിൻ്റെ മറ്റേതുണ്ടോ എന്ന് ചോദിക്കായിക്കോട്ടെ. കാരണം നമ്മളുടെ കയ്യിൽ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ പേളിൽ വരുന്നത് ഇതാ ലക്ഷ്മിയാണ്. മറ്റേ ഡിയും വരുന്നുണ്ട്. പിന്നെ ഇത് റെഡ് വരുന്നത് ഇതാ ലക്ഷ്മിയാണ്. ഞാൻ ഇങ്ങനെ ക്ലോസ് കാണിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഇതും ലക്ഷ്മിയാണ്. ഇനി ഇത് വെറുതെ ഡബിൾ ലെയറാണ്, ക്രിസ്റ്റൽ. ഇത് റെഡല്ല കേട്ടോ, ഒരു മെറൂൺ കളറാണ് കേട്ടോ. റെഡല്ല, മെറൂൺ കളറാണ്. നേരത്തെ നമ്മൾ കാണിച്ചതാണ് റെഡ്. ഇനി ഇത് ബ്ലാക്ക്. ഈ ബ്ലാക്ക് ഹെഡാണ് കേട്ടോ, തലയാണ്. അത് ഈ പറയണം ക്രിസ്റ്റലാണ് കേട്ടോ. മണികൾ ക്രിസ്റ്റലാണ്. ഭയങ്കര ഭംഗിയാണ് അതൊക്കെ കാണാൻ കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ കോറലും റെഡും കൂടിയത് കേട്ടോ. ഇതിൻ്റെ ലക്ഷ്മി ഉണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 ലെയർ. ഇനി അതിൻ്റെ തന്നെ ലക്ഷ്മി കേട്ടോ. അതിനേക്കാളും വലിയ മണികളാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ചും കൂടി വലിയ മണികളാണ്. ഇത് കുറച്ച് ചെറിയ മണികളാണ്. ഇത് വലുതാണ്, നേരത്തെ കാണിച്ചതാണ് ചെറുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡബിൾ ലെയറിൻ്റെ മാല. അപ്പോൾ നിങ്ങൾക്ക്
പെട്ടെന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എടുക്കാൻ എളുപ്പത്തിനാണ് ഞാനിതിങ്ങനെ ഒറ്റയ്ക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും ലക്ഷ്മിയുടെ മണിമാല, ഡബിൾ ലെയറിൻ്റെ മാലയാണ് കേട്ടോ. ഇത്രയല്ലേ ഉള്ളൂ, ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് അല്ല, ഇതും തലയാണല്ലോ, ഇതും തലയാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ചതും കൂടി ഞാൻ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് മണിമാലയല്ല, അടുപ്പിച്ചടുപ്പിച്ചുള്ളതാണ് കേട്ടോ. ഇത് ലക്ഷ്മിയുണ്ട്, തലയുണ്ട്, ഇതുപോലെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയ്ക്കൊക്കെയാണ് ഈ സെക്ഷനിലുള്ള മാലകൾ. ഇനിയിപ്പോൾ നമുക്ക് കരിമണിമാല മാത്രമായിട്ട് കണ്ടാലോ. അപ്പോൾ ഞാനേ കരിമണിയും കൊണ്ട് നാളെ വരാം, കാരണം ആവശ്യത്തിലധികം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടി വേണ്ട, ലെങ്ത്ത് കൂടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കരിമണിയായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യുക, നാളെ കരിമണിമാലയുടെ കളക്ഷനാണ് കേട്ടോ. അങ്ങനെ ഡോൺ വന്നു. ഡോൺ വന്നപ്പോൾ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിന് പകരം അവന് ഇഷ്ടമുള്ളൊരു സംഭവം കുറേ ദിവസമായി പറയണം. അപ്പോൾ ഞാൻ അത് ഇന്ന് ഉണ്ടാക്കി. അത് വേറെ ഒന്നുമില്ല, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. 2 പീസ് ബ്രെഡ് പാലിൽ കുതിർത്ത് വെക്കുക. പാലിൽ ഇത്തിരി വാനില എസൻസ് ഇട്ടാൽ നല്ലതാണ്. കുതിർത്ത് വെച്ചതിന് ശേഷം നെയ്യിൽ അപ്പുറത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്ത് ഒന്ന് മൊരിയിച്ചതിന് ശേഷം കുറച്ച് എന്താണ് മിൽക്ക് മെയ്ഡ് തൂവുക. ഭയങ്കര ടേസ്റ്റാണ്, ശരിക്കും പുഡിങ് കഴിക്കണ പോലെ. ബ്രെഡ് ഇങ്ങനെ കുതിർന്നിരിക്കുകയല്ലേ പാലിൽ. അപ്പോൾ രാത്രി ഇന്ന് മഷ്റൂമും സാലഡും ആയിരുന്നു ചപ്പാത്തിയുടെ കൂടെ കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ചപ്പാത്തിയിലേക്ക് മടങ്ങി. ഡോക്ടർ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ചപ്പാത്തിയെ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ ചപ്പാത്തിയിലേക്ക് മടങ്ങി. അങ്ങനെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ ഫുഡും പരിപാടികൾ കംപ്ലീറ്റ് അവസാനിച്ചു. ഇന്ന് നേരത്തോടെ വലിയ വൈകലൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ പതിവുംപടി എല്ലാ ഭാഗവും ഒന്ന് നോക്കി ഫിൽറ്ററിൽ വെള്ളം ഒഴിച്ച് അങ്ങനെ തന്നെ കിച്ചണിലേക്ക് കിടന്നു. അപ്പോഴാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്താണ് ഇവർ കിച്ചണിലുണ്ടായിരുന്നത്. അപ്പോൾ നാളേക്കുള്ളത് പൂരി വാങ്ങിക്കൊണ്ടുവന്നുണ്ട് ഡോൺ. അത് കഴിഞ്ഞ് പൂരിക്കുള്ള പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കുക്കറിലായിരിക്കണം മിക്കവാറും. പിന്നെ ഇതിൽ ഞാൻ നോക്കിയപ്പോൾ മുട്ട കുത്തി പൊരിച്ചിട്ടുണ്ട്, അതായത് മീൻ മുട്ട, വെണ്ടക്കായ മസാല, വെണ്ടയ്ക്ക റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഇത് പരിപ്പാണ്, നാളേക്കുള്ള പരിപ്പാണോ കിഴങ്ങാണാവോ, പൂരിക്കുള്ള കറിയാണ്. എന്തായാലും ഞാൻ തുറന്നൊന്നും നോക്കിയില്ല കേട്ടോ. അപ്പോൾ ആവി ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ഊരി വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഡിമ്പിളുടെ കുളി കഴിഞ്ഞ് വന്നു. ഇനി പാച്ചുവിൻ്റെ കുളിയായിരുന്നു. അപ്പോൾ പാച്ചുവിൻ്റെ കുളി കഴിഞ്ഞതായി വന്നു. ഇനി അവൻ്റെ വക ഒരു എന്താ പറയുക, കിടന്ന് ഓട്ടവും ബഹളമൊക്കെയാണ് ഇനി അടുത്തത്. കുറച്ച് നേരം ഒന്ന് ഓടി കളിച്ച് ബഹളം വെച്ചതിന് ശേഷമാണ് മൂപ്പര് പോയി കിടന്ന് ഉറങ്ങാട്ടോ. അതോടുകൂടി കുരിശുവരയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്തുതിയൊക്കെ തന്നിട്ടാണ് പോവാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. സംഭവം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ 3 പേർക്കും ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, അവർ 3 പേരും സ്മാർട്ടാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പം നടന്നു വരുന്ന പനിയുടെ ഒരു ഭാഗമാണെന്നാണ് നമുക്ക് തോന്നണത്. ഇപ്പോൾ ഡോക്ടേഴ്സും ഏകദേശം അതാണ് പാച്ചുവിനെ കൊണ്ടുപോയ സമയത്ത് അത് പറഞ്ഞില്ലെങ്കിൽ പോലും പിന്നീട് ഇപ്പോൾ പറഞ്ഞപ്പോൾ ഏകദേശം അതാണ് എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. ഇവരുടെ പ്ലേ സ്കൂളിലൊക്കെ വളരെ കുറവ് കുട്ടികളേ ഉള്ളൂ, മൊത്തം എല്ലായിടത്തും കുട്ടികൾക്ക് ഇതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് വരണേന്നാണ് പറയണത്. പക്ഷെ അറിയില്ല. എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കുട്ടികൾക്ക് വേറെ വാശിയോ കാര്യങ്ങളോ ഒന്നും തോമൂനും പാച്ചുവിനും ഇല്ല. ചാക്കോച്ചൻ കുഞ്ഞല്ലേ, അപ്പോൾ അവന് അതിൻ്റേതായ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്ന് കാര്യമായിട്ടൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഇരിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉണ്ണികൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഒന്ന് കരയുമ്പോൾ ഒന്ന് കൈമാറി എടുക്കാനും, അല്ലെങ്കിൽ ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഫുൾ ടൈം അവർക്ക് ഇഷ്ടം നമ്മളുടെ മേത്ത് കിടക്കാനാവും. അപ്പോൾ ഇന്ന് തോമു ഇന്നലത്തെ പോലെ തന്നെ അവൻ ഇന്നും എൻ്റെ അടുത്തായിരുന്നു, ചാക്കോച്ചനും എൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു വയ്യാണ്ടാവുമ്പോൾ കുട്ടികൾക്ക് അമ്മാമ്മമാരെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വിശേഷമായിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബൈ.